ജനങ്ങളുടെ ഭരണം തിരിച്ചുവരുന്നു. ഇന്ത്യൻ ഭരണവ്യവസ്ഥ അടിമുടി ജനാധിപത്യ വിരുദ്ധമായ ഒരു ഘട്ടത്തിൽ വെച്ചാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ തന്റെ അന്വേഷണങ്ങൾ ആരംഭിക്കുന്നത്. ജനാധിപത്യം എന്നത് പാർട്ടി ആധിപത്യമായി പരിണമിച്ച ഇന്ത്യയിൽ സമ്പൂർണ്ണ ജനാധിപത്യത്തിന്റെ സാധ്യതകളെ തേടുകയാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ. ജനക്ഷേമത്തിന്റെ സമ്പൂർണമായ ആവിഷ്കാരമായിരിക്കണം ജനാധിപത്യമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. പാർട്ടി രാഷ്ട്രീയത്തിന്റെ സങ്കുചിത വൃത്തങ്ങളിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് സമ്പൂർണ്ണ ജനാധിപത്യത്തിനായുള്ള പ്രായോഗിക പദ്ധതികൾ തേടുകയാണ് അദ്ദേഹം. ആം ആദ്മി പാർട്ടി സ്ഥാപിക്കപ്പെട്ടിട്ട് ഇന്ത്യ 11 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ജനനന്മ മാത്രം മുൻനിർത്തി ക്ഷേമരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പ്രയാണം നമ്മുടെ ബഹുമാന്യനായ നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ രാജ്യമൊട്ടുക്കും നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവം ജനങ്ങളിൽ വിത്തുകൾ പാകിക്കൊണ്ട് മുന്നേറുകയാണ്. നാം ഈ അവസരത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയാൽ ഈ 11 വർഷക്കാലം നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഈ കൊച്ചു പ്രസന്റേഷനിലൂടെ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവരും ഈ പുസ്തകം വായിക്കുകയും മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാസത്തിൽ 20,000 ലിറ്റർ വെള്ളം സൗജന്യം. ഡൽഹിയിൽ 400 യൂണിറ്റും പഞ്ചാബിൽ 600 യൂണിറ്റും 2 മാസത്തിൽ വൈദ്യുതി തീർത്തും സൗജന്യം. ഡൽഹിയിലെ 600-ൽ പരം പ്രാഥമികാരോഗ്യ ക്ലിനിക്കുകളിൽ ചികിത്സയും മരുന്നും സൗജന്യം. 200-ൽ പരം ടെസ്റ്റുകളും സൗജന്യം. കോടി രൂപ ചെലവുള്ളതാണെങ്കിലും സർജറി അടക്കമുള്ള സർവ ചികിത്സകളും സൗജന്യം. കൂടാതെ എല്ലാ മരുന്നുകളും 450ഓളം ടെസ്റ്റുകളും സർജറികളോ ടെസ്റ്റുകളോ ഏതെങ്കിലും സർക്കാർ ആശുപത്രികളിൽ ലഭ്യമല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലും ലാബുകളിലും സർക്കാർ ചിലവിൽ സൗജന്യമായി ചെയ്യാം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സർക്കാർ സ്കൂളുകളിൽ +2 വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യം. സ്ത്രീ സുരക്ഷയ്ക്കായി ബസ്സുകളിൽ മാർഷൽ, CCTV ക്യാമറകൾ, എമർജൻസി അലാം ബട്ടൺ. നഗര സുരക്ഷയ്ക്കായി 4 ലക്ഷത്തോളം CCTV ക്യാമറകൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിച്ച നഗരമാണിന്ന് ഡൽഹി. സത്യസന്ധത, രാജ്യസ്നേഹം, മാനവികത എന്നീ അടിസ്ഥാന ശിലകളിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ നയങ്ങൾ. യഥാർത്ഥ രാജ്യസ്നേഹം ഉണർത്തുന്ന ദേശഭക്തി, ഭരണഘടന പിരിമുറുക്കത്തിന് പകരം സന്തോഷം നൽകുന്ന പാഠ്യപദ്ധതികൾ. സംരംഭകത്വം വളർത്തുന്ന ബിസിനസ് ബ്ലാസ്റ്റേഴ്സ് പാഠ്യപദ്ധതി സ്കൂൾ വിദ്യാർത്ഥികളെ തൊഴിൽ ദാതാക്കളാക്കുന്നു. തെരുവ് ജീവിതമാക്കിയ കുട്ടികൾക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ദളിത് വിദ്യാർത്ഥികൾക്ക് വിദേശങ്ങളിൽ ബിരുദാനന്തര ബിരുദ ഗവേഷണ പഠനങ്ങൾക്കായി 20 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ്. ബിരുദ പഠനത്തിനായി വസ്തുവും ഈടുമില്ലാതെ സർക്കാർ ഗ്യാരണ്ടിയിൽ 10 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നു. അധ്യാപകർക്ക് കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ഫിൻലാൻഡ്, സിംഗപ്പൂർ, IIT, IIM എന്നിവിടങ്ങളിൽ വിദഗ്ധ പരിശീലനം. ചേരി നിവാസികൾക്ക് ഫ്ളാറ്റുകൾ. 250 മലിനജല തടാകങ്ങൾ ശുദ്ധീകരണത്തിലൂടെ ഭൂഗർഭജല സ്രോതസ്സുകളെ പുനരുജ്ജീവിപ്പിക്കുന്നു. മുതിർന്ന പൗരന്മാർക്ക് വിവിധ മതവിഭാഗങ്ങളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥയാത്ര. സ്ത്രീകൾക്കും നിർമ്മാണ തൊഴിലാളികൾക്കും സൗജന്യ ബസ് യാത്ര. മുതിർന്ന പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ബസ് യാത്ര സൗജന്യമാക്കുവാനുള്ള പദ്ധതി വിഭാവനത്തിലാണ്. ഡൽഹിയിൽ 12 ലക്ഷം തൊഴിലുകൾ ലഭ്യമാക്കി. പഞ്ചാബിൽ ഭരണത്തിലേറി 1 വർഷത്തിനിടയിൽ 35,000-ൽ പരം സർക്കാർ ജോലികളിലേക്ക് നിയമനം നടത്തി. ക്ഷാമകാലത്ത് പ്രതിമാസം 5,000 രൂപ. വാതിൽപ്പടി റേഷൻ പദ്ധതി. ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ തടഞ്ഞെങ്കിലും പഞ്ചാബിൽ വാതിൽപ്പടി റേഷൻ പദ്ധതി
വിജയകരമായി നടപ്പിലാക്കുന്നു. സർക്കാരിന്റെ 200-ൽ പരം സേവനങ്ങൾ വീട്ടുപടിക്കൽ. വയോധികർക്ക് മാസം തോറും 2500 രൂപ ക്ഷേമ പെൻഷൻ. ആം ആദ്മി പാർട്ടിയിൽ അണിചേരൂ. നമുക്കൊരുമിച്ച് ക്ഷേമരാജ്യം പടുത്തുയർത്താം.